നമുക്ക് എന്ത് ഫ്രൈഡേ ലീവ്? വീട്ടിലത്തെ ഡ്രൈവർമാരെ സംബന്ധിച്ചിട്ട് മാസത്തിൽ ഒരു ലീവ് കിട്ടിയ അത് ചോദിച്ചാല് രാവിലത്തെ മദ്രസ ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്ന ദിവസം അത് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ എണീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഴ്ചക്കത്തെ തുണി അലക്കാനുണ്ടാവും. പിന്നെ നമ്മൾ തലക്കൊന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് നേരെ പള്ളിക്കൊക്കെ വിട്ടിട്ടാ. പള്ളിക്കന്ന് നേരെ നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഖത്തറിൽ മുന്നേ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ള ഡ്രൈവർമാർ അപ്പുറത്തെ ആൾക്കാരൊക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് വെള്ളിയാഴ്ച ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഫീൽ. പ്രവാസികളെ സംബന്ധിച്ചിട്ട് അത് വല്ലാത്തൊരു ഫീലാണ്. കൂടെ നിന്നിട്ട് സംസാര കാര്യങ്ങളും ഫോട്ടോ എടുക്കലും അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണിയും കഴിച്ചിട്ട് പിരിയണ സംഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മാഡം വിളിച്ചിട്ട് വരും ജമിയെന്ന് സാധനം മേടിച്ചിട്ട് പോയി അതും കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പൊ നേരെ കറങ്ങാൻ ഇറങ്ങിട്ടോ. ഇപ്പൊ നമുക്ക് ഒരുപാട് സമയം കിട്ടലുണ്ട്, മദ്രസ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം കിട്ടലുണ്ട്. നേരെ വിട്ടത് ഗ്രാൻഡിലേക്ക്. അവിടെ ആണെങ്കിലോ പുതിയൊരു ടോയ് വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. മുബഷീർക്കാണെങ്കിലോ നമുക്കത് പറത്തി കാണിച്ചു തരുന്നത്. മുബഷീർക്ക് ഫുള്ള് പ്രോ ലെവൽ പൈലറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടും മറിച്ചിട്ടും ചരിച്ചിട്ടൊക്കെ ഇങ്ങനെ പറത്തി കാണിച്ചു തരുന്നുണ്ട്. സംഭവം ഉഷാറ്. ഇനി നമുക്കൊന്ന് വാങ്ങണമെന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ പ്രാവിന്റെ പാത്രമൊക്കെ ഫുള്ള് വറ്റി കിടക്കുക. അത്രമാത്രം ചൂടാണ് ഇപ്പൊ കുവൈത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ചൂടാണെങ്കിലും മഴ ആണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെന്നുണ്ടെങ്കിലും പ്രവാസികൾ റൂമുക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും. അങ്ങനെ കുറച്ച് പേര് നടന്നു പോണ കാഴ്ച കണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്.